നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. സൂര്യ, ഭാവന, വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു ഡോക്ടർ. സൂര്യ, ഭാവന, നിങ്ങളെ അകറ്റാൻ ഒരു ശക്തിക്കുമാവില്ല മക്കളെ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നും മണ്ഡപത്തിൽ വെച്ച മുഹൂർത്ത സമയത്ത് ഭാവന പഴയതുപോലെ ആയതും നിങ്ങളുടെ തന്നെ വിവാഹം നടന്നതും. ഒന്ന് വരാമോ? ഇപ്പൊ വരാം. എന്താ ഭാവന, ഇന്ന് ഞാൻ എന്ത് സന്തോഷത്തിലാണെന്ന് അറിയോ നിന്നെ ഇങ്ങനെ കണ്ടതില്? അത് പിന്നെ നിനക്കറിയില്ലേ? ആ അല്ല, എങ്ങനെയുണ്ട് എന്റെ അമ്മായിയമ്മയ്ക്ക്? സത്യം പറഞ്ഞ സൗകര്യം കിട്ടിയെങ്കിൽ ഞാൻ പാഷാണ് കലക്കി കൊടുത്ത് കൊല്ലുമായിരുന്നു ആ സാധനത്തിനെ. എടി, നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പോയ പിന്നെ അവരും നമ്മളും തമ്മിൽ വ്യത്യാസം എന്താ? ഇതിലും വലിയൊരു ശിക്ഷ ആന്റിക്കിന് വേറെ എവിടെ നിന്ന് കിട്ടാനാ? നീ കൂടുതൽ സന്തോഷിക്കൊന്നും വേണ്ട ഭാവനെ, അവര് നീ സൂക്ഷിക്കണം. ഇതിപ്പോ അവർക്ക് തീക്കൊള്ളി കൊണ്ട് കിട്ടിയ അടിയാ ഇത്. ഇതവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. മറക്കരുത്. മറന്നാ പിന്നെ തീർന്നില്ലേ? നീ നോക്കിക്കോ, ഇനിയാണ് ഞാൻ അറിഞ്ഞതെല്ലാം ആന്റിയോട് ചോദിക്കാൻ പോകുന്നത്. ചോദിക്കണം ഭാവന, അങ്ങനെ ഇപ്പൊ അവരെ വെറുതെ വിടണ്ട. ഇപ്പൊ തന്നെ ചോദിക്കണം. വാ, ഞാനും കൂടി വരാം. ആ, ഇതാണ് നിന്റെ കുഴപ്പം. ഞാൻ ചോദിക്കാനുള്ളത് ഞാൻ തന്നെ ചോദിച്ചോളാം. തൽക്കാലം നീ ഇതറിഞ്ഞിട്ടില്ല, മനസ്സിലായല്ലോ? അപ്പൊ നീ വീണ്ടും അവരെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണല്ലേ? അതെ, ഒന്നുമില്ലെങ്കിലും ഇപ്പൊ അവരെന്റെ ഒറിജിനൽ അമ്മായിയമ്മയല്ലേ. ഞാനൊന്ന് നോക്കട്ടെ നേരെ ചൊവ്വെ കൊണ്ടുവരാൻ പറ്റുമോ. സത്യം പറഞ്ഞ നിന്നെ ഒരിക്കലും തിരുത്താൻ പറ്റില്ല ഭാവനെ. അത്രയ്ക്ക് ഹൃദയവിശാലത കൂടിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. എന്തായാലും ആ മാനസിക്ക് ഇതിലും വലിയൊരു പണി കിട്ടാനില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, അവള് നീ വിചാരിക്കുന്ന പോലൊരു പെണ്ണല്ല. താലി കെട്ടാൻ നേരം അവള് എതിർക്കാനായിട്ടൊന്നും വന്നില്ലല്ലോ. വന്നാലും നടക്കില്ലെന്നറിയാം, അതുകൊണ്ടാ വരാത്തത്. അല്ല, അവളൊരു പാവം പെൺകുട്ടിയാ. ആന്റി തന്ത്രപൂർവം അവളെ കുടുക്കിയതാ. ഇപ്പൊ അവളുടെ ഭാവിയാ ആന്റി നശിപ്പിച്ചത്. എന്നാ പിന്നെ നീ തന്നെ പരിഹാരം കാണും. നിനക്ക് അതാണല്ലോ ശീലം. ഉറപ്പായിട്ടും പരിഹാരം കാണുവാൻ. ഇപ്പോഴാ ശരിക്കും എനിക്ക് അവളോട് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നുന്നത്. നീ നോക്കിക്കോ, അവള് നല്ലവളാണെങ്കിൽ എന്നെയും സൂര്യയും ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ അവൾ എന്തായാലും ഉണ്ടാവും. അതെനിക്ക് ഉറപ്പാ. എന്തോ ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് വിശ്വാസം ഉണ്ടാൻ. അവള് നല്ല മനസ്സുള്ളൊരു പെൺകുട്ടിയാണ്. നിന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിരിക്കട്ടെ, നീ എന്താ ഹോസ്പിറ്റലില്? നിനക്ക് പകരം MD വേറെ ആരും പരിഗണിച്ചിട്ടില്ല. വരട്ടെ. ഇപ്പോ എന്റെ തീരുമാനങ്ങൾ മാത്രം പോരല്ലോ. എനിക്ക് ഇപ്പൊ ഒരു ഹസ്ബൻഡ് ഉണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി നോക്കണ്ടേ? അത് വേണം. സൂര്യയെ സംബന്ധിച്ചിടത്തോളം നിന്റെ ഈ ചെറിയ വരുമാനം കൊണ്ട് ഒന്നും ആവത്തില്ല. അതുകൊണ്ട് നിന്നെ ഓഫീസിലേക്ക് ഒപ്പം കൂട്ടാനാവും കൂടുതൽ സാധ്യത. സൂര്യ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ചാൻസ് ഇല്ല. ഇനി ഏത് ജോലിക്ക് ഞാൻ പോയാലും എനിക്ക് ഇത്രയും സംതൃപ്തിയുള്ള മറ്റൊരു ജോലിയും കിട്ടില്ല. എന്നാ പിന്നെ നീ എത്രയും പെട്ടെന്ന് മടങ്ങി വരാൻ നോക്ക്. ശ്രമിക്കാം. നിനക്ക് നിന്റെ അമ്മായിയമ്മ കാണണ്ടേ? പിന്നെ കാണണ്ടേ? ആ, എന്നാ വാ, ഒരു ഇഞ്ചക്ഷനോട് കഴിഞ്ഞ വീട്ടിലേക്ക് പോവാം. വാ.